അല്ല സഖാവോ? അല്ല, നിങ്ങൾ എന്തെങ്കിലും കോൺഫറൻസിലാണെങ്കിൽ ഞാൻ പിന്നെ വരാം. അല്ലല്ല, വരൂ വരൂ, ഇരിക്കൂ. ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ആരാധ്യനായ മേയർ നീണ്ടതുറയിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് അവിടത്തുകാർ ആക്ഷേപം പറഞ്ഞു. തിരക്കൊഴിഞ്ഞ നേരത്തെങ്കിലും ഒന്ന് അവിടം വരെ പോയി നോക്കണം. ഡ്രെയിനേജ് പൊട്ടിയതുകൊണ്ട് മലവും മൂത്രവും അഴുക്കും അവിടെ തളം കെട്ടി കിടക്കുകയാണ്. നാറിയിട്ട് ആ വഴി നടക്കാൻ വയ്യ. അത് മാത്രമല്ല, കുടിവെള്ളത്തിന് അവിടെ ജനങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. വെള്ളം കിട്ടാത്തതിന് നമ്മൾ എന്ത് ചെയ്യും? അത് പൈപ്പ് പൊട്ടിയുണ്ടല്ലേ? പൊട്ടിയതല്ലടോ, പൊട്ടിച്ചതാണ്. പാവം ജനങ്ങളെ ചൂഷണം ചെയ്യാൻ ഇവിടുത്തെ കോൺട്രാക്ടേഴ്സും ചില സാമൂഹ്യ ദ്രോഹികളും ചേർന്ന് നടത്തിയ ക്രൂരതയാണത്. അവരെ ഉണ്ടല്ലോ, ആ ചെറ്റകളെ മുക്കാലിയിൽ കെട്ടി അടിക്കണം. അതുപോലെ കോടികൾ മുടക്കി കരിങ്കല്ല് കൊണ്ട് കടൽ ഭിത്തി കെട്ടിയിട്ടുണ്ടല്ലോ. കഴിഞ്ഞ മഴയ്ക്ക് അതെല്ലാം ഒലിച്ചുപോയി. കൂട്ടത്തിൽ 10-20 കുടിലുകളും 4-5 ജീവനും. മേയറോ ആ പ്രവൃത്തി ചെയ്ത തന്തയ്ക്ക് പറക്കാത്ത ഏതെങ്കിലും കോൺട്രാക്ടർമാരോ ആ സംഭവത്തിന് ശേഷം ആ സ്ഥലം സന്ദർശിച്ചോ? മിസ്റ്റർ ശിവദാസൻ, അവിടുത്തെ കരാറുകാരിൽ ഒരാളാണ് ഞാൻ. തന്തയ്ക്ക് പിറക്കാത്തവർ എന്ന് പറഞ്ഞത് എന്നെയും ചേർത്താണോ? നിങ്ങളോ? ഭിത്തി കെട്ടാൻ പൊതുഖജനാവിൽ നിന്നും കോടികൾ പറ്റി കരിങ്കലിന് പകരം കുഴമണ്ണ് ഉപയോഗിച്ച നെറികെട്ട കോൺട്രാക്ടർമാരെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. അതിൽ നിങ്ങളും പെടുമെങ്കിൽ ആ വിശേഷണം നിങ്ങൾക്കും ധാരാളം ചേരും. കാര്യമറിയാതെയാണ് നിങ്ങൾ. വേണ്ട, നമ്മൾ തമ്മിലൊരു വാഗ്വാദം വേണ്ട. ഞാൻ വന്നത് മേയറെ കാണാനാണ്. ബഹുമാനപ്പെട്ട മേയർ വിദേശയാത്രയ്ക്ക് ഒരുങ്ങുന്നുവെന്നും കോടികൾ മുടക്കി ഇവിടെ ഡ്രീം സിറ്റി പണിയാൻ പോകുന്നു എന്നൊക്കെ കേട്ടു. അതിനു മുമ്പ് നഗരത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ അവർ ഇങ്ങോട്ട് വരും. അതിനിടവരുത്തരുത്. അല്ല